മത്സ്യമേഖലയോടുള്ള സർക്കാർ അവഗണനയ്ക്കെതിരെ ഹാർബർ പണിമുടക്കുമായി ബോട്ടുടമകൾ. പൊന്നാനി AD ഓഫീസിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തി. KMRF ആക്ടിലെ കരിനിയമങ്ങൾ പിൻവലിക്കുക, 12-15 വർഷം പഴക്കമുള്ള മരം ഇരുമ്പ് ബോട്ടുകളുടെ രജിസ്ട്രേഷൻ പുതുക്കി നൽകുക, ഫിഷിംഗ് റെഗുലേഷൻ ആക്ട് പൂർണ്ണമായും പിൻവലിക്കുക, ഫിഷറീസ് വകുപ്പിന്റെ ഉദ്യോഗസ്ഥദ്രോഹ നടപടി അവസാനിപ്പിക്കുക, ബോട്ടുകൾക്ക് സബ്സിഡി അനുവദിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പൊന്നാനി ഹാർബർ പണിമുടക്കി മാർച്ചും ധർണയും നടത്തിയത്. പൊന്നാനി ബോട്ട് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ നേതൃത്വത്തിൽ നടന്ന പരിപാടി ഓൾ കേരള ബോട്ട് ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പീറ്റർ മത്യാസ് ഉദ്ഘാടനം ചെയ്തു. ഈ പരിഷ്കരണത്തിനകത്ത് വളരെയേറെ ഈ മത്സ്യബന്ധന മേഖലയെ മുച്ചൂടും മുടിക്കാൻ ഉതകുന്ന തരത്തിലുള്ള നിയമങ്ങളാണ് കൊണ്ടുവന്നത്. എന്താണ്? മത്സ്യബന്ധന മേഖലയെ ലൈസൻസ് ഫീസ് ക്രമാതീതമായി വർദ്ധിച്ചു. 1200, 1300 രൂപയിൽ ലൈസൻസ് ഫീസ് കൊടുത്തിരുന്ന ബോട്ടുകളും 5000 രൂപ ലൈസൻസ് ഫീസ് കൊടുത്തിരുന്ന ബോട്ടുകൾക്ക് ഒറ്റയടിക്ക് ഗവൺമെന്റ് 50,000 രൂപയാണ് 20 മീറ്ററിന് മുകളിലുള്ള ബോട്ടുകൾക്കും 19.9 മീറ്ററുള്ള ബോട്ടുകൾക്ക് 50,000 രൂപയൊക്കെ സർക്കാർ കൊണ്ടുപോയത്. അതിനെതിരെ നമ്മുടെ സംഘടന കേസ് കൊടുത്തു. കേസ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ കോടതി ഒരു താൽക്കാലിക വിധി തന്നു. ആ താൽക്കാലിക വിധിയുടെ അടിസ്ഥാനത്തിൽ 25,000 രൂപയായി 250 ഹോഴ്സ് പവറിന് മുകളിലോ 19.9 മീറ്ററിന് മുകളിലുള്ള ബോട്ടുകൾ ഈ 25,000 അടയ്ക്കണമെന്ന രീതിയിലാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഇന്ത്യയിൽ 9 സംസ്ഥാനങ്ങളിൽ മത്സ്യബന്ധനം നടക്കുന്ന കൂട്ടത്തിൽ ഇത്രയും കൂടുതൽ ലൈസൻസ് ഫീസ് വാങ്ങുന്ന ഒരു സംസ്ഥാനം കേരളം മാത്രമേ ഉള്ളൂ. സംസ്ഥാന സെക്രട്ടറി ജോസഫ് കളപ്പുരക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് AK സജാദ് അധ്യക്ഷത വഹിച്ചു. ഫൈസൽ ബാഫക്കി തങ്ങൾ, AK ജബ്ബാർ, P റംഷാദ്, സെബാസ്റ്റ്യൻ, CB പോൾ, രാജു കൊല്ലം എന്നിവർ സംസാരിച്ചു. KK കോയ സ്വാഗതവും K സക്കീർ നന്ദിയും പറഞ്ഞു. NCV ന്യൂസ് പൊന്നാനി. കണ്ടില്ലേ, കാഴ്ചകൾ പലത്, ആവശ്യങ്ങൾ പലത്. എന്നും നിങ്ങൾക്ക് താങ്ങായി റിലയന്റ് ക്രെഡിറ്റ്സ്. പണയം വെക്കുന്നത് സ്വർണമാണ്, അഭിമാനമല്ല.